ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് ചൂടിനെ അതിജീവിക്കാനും അതേപോലെ തന്നെ നമ്മളെ കറണ്ട് ബില്ലൊക്കെ നല്ലോണം കൂടുന്ന സമയമാണ്. കാരണം AC ഫുൾ ടൈം ഉപയോഗിക്കുന്നവരും 2-3 ഫാനൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ആയിരിക്കും. നമുക്കൊന്ന് ഉറങ്ങണമെങ്കിൽ തന്നെ എന്തായാലും ഇതൊക്കെ വേണം, അല്ലാതെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അത്രയ്ക്കും ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാവരുടെ വീട്ടിലും AC ഉണ്ടാവണമെന്നില്ല. അതേപോലെ തന്നെ നമ്മൾ ഫാനൊക്കെ അധികം ഉപയോഗിച്ചാൽ കറണ്ട് ബില്ല് നല്ല രീതിക്ക് തന്നെ കൂടും. അപ്പം AC ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചൂടിനെ അതിജീവിക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം. ഞാനൊരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് 2 മുട്ടയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ കുറേ അധികം മുട്ടയൊക്കെ വാങ്ങിക്കുമ്പം അതിൽ ചീഞ്ഞ മുട്ടയോ ചീത്ത മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ വന്നിട്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒരു മുട്ട ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് ഇട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ചീഞ്ഞ മുട്ടയാണെങ്കിൽ ഇതേപോലെ പൊന്തി നിൽക്കും, വെള്ളത്തിൻ്റെ മുകളിലായിട്ട് പൊന്തി നിൽക്കും. നല്ലതാണെങ്കിൽ ഈ ഒരു വെള്ളത്തിൻ്റെ അടിയിലേക്ക് തന്നെ പോകും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഈ ഒരു ചീഞ്ഞ മുട്ട വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോവാതെ മുകളിൽ തന്നെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് കേടായിട്ടുള്ള മുട്ടയാണെന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ കടയിൽ നിന്നൊക്കെ ഒരുപാട് മുട്ടയൊക്കെ വാങ്ങിക്കുമ്പം അതിൽ ചീഞ്ഞ മുട്ടയൊക്കെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് നമുക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കുക. കേടായ മുട്ട വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകത്തില്ല, വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ ഇതേ കണക്കിനെ പൊന്തി നിൽക്കും കേട്ടോ. അപ്പോൾ കേടായ മുട്ട ഒന്നെടുത്ത് കുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. നമ്മൾ കടയിൽ നിന്ന് മുട്ടയൊക്കെ വാങ്ങിക്കുമ്പം അത് ഫ്രിഡ്ജിൽ മുട്ട സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ തന്നെ എല്ലാവരും വീട്ടിലും ഇപ്പോൾ ഫ്രിഡ്ജൊന്നും ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു കുറേ അധികം മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അരിൻ്റെ അകത്ത് വെച്ചിട്ട് കുറേ ദിവസം കേടാവാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ മുട്ട ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുന്ന പച്ചരി ആയാലും കുഴപ്പമില്ല, ചോറ് വയ്ക്കുന്ന അരി ആയാലും കുഴപ്പമില്ല, അതിലേക്ക് അങ്ങ് ആഴ്ത്തി വെച്ച് കൊടുക്കുക. അരിൻ്റെ അടിയിലേക്കൊന്ന് കുഴിച്ചിടുന്ന പോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മുട്ട കുറേ ദിവസം നമുക്ക് കേടാവാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഈ ഒരു രീതിക്ക് നമുക്ക് മുട്ട കേടാവാതെ ഇരിക്കും കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ഒരു പാക്കറ്റിലല്ലേ വെളിച്ചെണ്ണയൊക്കെ കിട്ടുക. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ കുപ്പിയിലേക്ക് ഇങ്ങനെ ഒഴിക്കുമ്പം അത് നിലത്തൊക്കെ തൂവിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരുടെ വീട്ടിലും ഈ ഒരു നാളം ഉണ്ടാവണം എന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു കണ്ണുള്ള ചിരട്ട എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു കണ്ണൊന്നിങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം കുപ്പീൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ ഒരു നാളം പോലെ ഉണ്ടാവുന്നത് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്താണോ ഒരു ബോട്ടിലേക്ക് ഒഴിക്കേണ്ടത് ഇതേപോലെ ഒഴിച്ചാൽ മതി. ഒത്തിരി പോലും താഴെ പോവാതെ നേരെ അത് ബോട്ടിൻ്റെ അകത്തേക്ക് പോയിക്കോളൂ കേട്ടോ. അപ്പം ഈ ഒരു ചിരട്ട സൂത്രം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ കുറേ അധികം പഞ്ചസാരയൊക്കെ വാങ്ങുമ്പോൾ ആവശ്യത്തിനുള്ളത് നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു കുപ്പിയിലാക്കി വെക്കും. ബാക്കി വരുന്നത് നമ്മൾ വലിയ കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കുകയാണല്ലോ ചെയ്യുക. ആ ഒരു മാറ്റി വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ചിരട്ടേൻ്റെ കഷ്ണം കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പഞ്ചസാര പെട്ടെന്നൊന്നും നളുത്ത് പോവോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. എത്ര കാലം വേണമെങ്കിലും നല്ലതായിട്ട് ഇരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു ചെറിയൊരു കഷ്ണം ചിരട്ടേൻ്റെ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ ശർക്കരയൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കി ചെറിയ കഷ്ണം ബാക്കിയൊക്കെ വന്നാൽ ഇതേപോലെ പഞ്ചസാര ടിന്നിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അത് പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയുമ്പോഴേക്കും തന്നെ അത് അലിഞ്ഞ് അവിടെ മൊത്തം വെള്ളമായി വൃത്തിയേടായിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ആയിപ്പോവും. പഞ്ചസാരേൻ്റെ ഈ ഒരു ടിന്നിലേക്ക് ഇടുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ. അടുത്തായിട്ടുള്ളൊരു ടിപ്പാണ്, നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ച് എപ്പോഴും ഓഫാക്കാൻ മറന്നു. ഞാനത് നേരത്തെ മൊബൈൽ ചാർജ് ചെയ്തിട്ട് സ്വിച്ച് ഓഫാക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് കറണ്ട് ബില്ല് ഒത്തിരി കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്തിട്ട് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ചൊക്കെ ഒന്ന് ഓഫാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇത്രയും ഉയരത്തിലൊക്കെ നമ്മൾ ചാർജ് ചെയ്യുന്ന ഫ്ലഗുള്ള സമയത്ത് നമുക്ക് ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ അത് എവിടെയെങ്കിലും വെക്കാൻ പറ്റില്ല. മൊബൈലിൻ്റെ ചാർജറിൻ്റെ മുകളിൽ തന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഫോൺ എങ്ങാനും കോളൊക്കെ വന്നു കഴിഞ്ഞാൽ വൈബ്രേറ്റ് ആകുമ്പോൾ നിലത്ത് വീണ് ഫോണൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇതേപോലെ ചാർജർ അതിൻ്റെ ഒരു ഒരു ചാർജറിൻ്റെ മുകളിലൂടെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചാർജ് ചെയ്ത് വെക്കാം കേട്ടോ. അവിടെ വേറൊരു സംഭവത്തിൻ്റെ ആവശ്യമില്ല. മൊബൈലിൻ്റെ ചാർജറിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് ഒത്തിരി ഉയരത്തിലൊക്കെ ഫ്ലഗ് ഉള്ളവർക്ക് ഈ ഒരു രീതിയിൽ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മളെ വീട്ടിൽ 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏക ഉപകരണമായിരിക്കുമല്ലോ ഫ്രിഡ്ജ്. അപ്പോൾ ഈ ഫ്രിഡ്ജിൽ
ഒത്തിരി കറണ്ടൊക്കെ കൂടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി കറണ്ട് കൂടാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഫ്രീസറിൻ്റെ അകത്ത് ഐസ് കട്ട പിടിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഐസൊക്കെ കട്ട പിടിക്കുമ്പം അതെപ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്ത് ഐസ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഐസ് ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് കാരണം ഫ്രിഡ്ജിൻ്റെ കംപ്രൈസർ അധികം വർക്കായിട്ട് നമുക്ക് ഒത്തിരി കറണ്ട് ബില്ല് കൂടും കേട്ടോ. അതേപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ഐസ് കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പെട്ടെന്ന് തന്നെ ഡിഫോസ്റ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ എൻ്റെ ചാനലിലുണ്ട് ഈ ഒരു കുന്നുമല പോലെ ഐസ് കൂടി കിടക്കുമ്പോൾ അത് നീക്കം ചെയ്യാനുള്ള 2-3 ടിപ്സ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെക്കാതിരിക്കുക. ചൂടൊക്കെ തണിഞ്ഞ ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇങ്ങനെ ഒത്തിരി ചൂടുള്ളതൊക്കെ നമ്മൾ വെക്കുമ്പം അതൊന്ന് നോർമൽ ടെമ്പറേച്ചറിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് നമ്മളങ്ങനെ വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഒത്തിരി കറണ്ട് ചിലവാകും. അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ കംപ്രൈസർ ഒത്തിരി വർക്കാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് എപ്പോഴും ഐസ് ക്യൂബ്സ് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഒരു കുപ്പിയിൽ വെള്ളം വെച്ചിട്ട് അതൊന്ന് കട്ടയാക്കി വെച്ചിട്ട് നേരെ ഫ്രീസറിൻ്റെ താഴെയുള്ള നേരെയുള്ള ഈ ഒരു സ്ഥലത്തേക്ക് വെക്കുക കേട്ടോ. അങ്ങനെയാകുമ്പം എപ്പോഴെങ്കിലും കറണ്ടൊക്കെ പോയി കഴിഞ്ഞാലും ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള സാധനങ്ങളൊന്നും കേടാവത്തില്ല. ഫ്രിഡ്ജിൽ ഈ ഒരു ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ ഇരിക്കും. അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ പെട്ടെന്ന് കറണ്ട് വരുന്ന സമയത്ത് ഫ്രിഡ്ജ് വർക്കാവുമ്പം കംപ്രൈസർ അധികം വർക്കാവേണ്ടി വരും. ആ ഒരു സമയത്ത് ഈ ഒരു കട്ട അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് എപ്പോഴും കറണ്ട് പോയി കഴിഞ്ഞാലും ഈ ഒരു നോർമൽ ടെമ്പറേച്ചർ അതേ ലെവലിൽ തന്നെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു കുപ്പിയിൽ വെള്ളം വെച്ചിട്ട് കട്ടയാക്കിയിട്ട് അതിനെ നേരെ താഴെയുള്ള ഈ ഒരു ബോക്സിലേക്ക് വെക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് കറണ്ട് ബില്ല് ഒത്തിരി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു ഫ്രീസറിൻ്റെ അകത്ത് മഞ്ഞമല പോലെ ഐസ് മൂടി കിടക്കുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് എൻ്റെ ചാനലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഒന്ന് കയറി കണ്ടേക്കണേ ഇഷ്ടമായിച്ചാൽ. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ചൂട് സമയത്ത് ചൂട് സഹിക്കാൻ പറ്റാത്ത അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും AC ഉണ്ടാവണം എന്നൊന്നുമില്ലല്ലോ. AC ഇല്ലാത്തവർക്കും ഈ ഒരു ചൂടിനൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു കമ്പിളീൻ്റെ പുതപ്പാണ്. ആ കമ്പിളി പുതപ്പൊന്ന് ഞാനൊരു ബക്കറ്റിലിട്ട് വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ നനയ്ക്കണം. ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ നനച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ നേരത്തായ ഫാനിൻ്റെ നേരെ ചുവട്ടിലായിട്ട് ഇതേപോലെ ഒന്ന് വിരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഐസോ മറ്റോ ഐസിൻ്റെ കട്ടയോ ക്യൂബ്സോ ഇട്ടാനുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. ജനലും വാതിലൊക്കെ നല്ലപോലെ അടച്ച് കഴിഞ്ഞിട്ട് ഫാൻ ഇട്ട് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ റൂം മൊത്തമായിട്ട് നല്ല രീതിക്ക് തന്നെ തണുക്കും കേട്ടോ. നമുക്ക് ചൂടൊന്നും ഇല്ലാതെ തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാം. ഒരു AC-ൻ്റെ ആവശ്യമില്ല, രണ്ട് ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരേ ഒരു ഫാന് മതി. എന്നിട്ട് ഇതേപോലത്തെ ഒരു കമ്പിളി നനച്ചിട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ. താങ്ക് യു.